വാർത്ത സുപ്രീം കോടതിയിൽ നിന്നു. നവകേരള സർവേയിൽ എന്താണ് തെറ്റ് എന്ന് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നു. സർക്കാരിന് ആശ്വാസമായിരിക്കുന്ന ഉത്തരവിലേക്ക് സുപ്രീം കോടതി എത്തിയതാണ് മനസ്സിലാക്കുന്നത്. ശ്യാം ദേവരാജ്, ശ്യാം, ഇപ്പോൾ നവകേരള സർവേയിൽ എന്താണ് തെറ്റെന്ന് കോടതി ചോദിച്ചിരിക്കുന്നു. എന്താണ് ഹൈക്കോടതി ഉത്തരവിന് സ്റ്റേയും സംഭവിച്ചിരിക്കുകയാണ്. നവകേരള സർവേയിൽ ഹൈക്കോടതി നൽകിയ സർവേ റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവിന് സ്റ്റേ വന്നിരിക്കുന്നു. സർക്കാരിന് ആശ്വസിക്കാം, സർവേയുമായി മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി. ശ്യാം, ഇപ്പോൾ നവകേരള സർവേയിൽ എന്താണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്? സർവേയുമായി മുന്നോട്ട് പോകാമെന്നാണോ? നവകേരള സർവേയിൽ സംസ്ഥാന സർക്കാരിന് ആശ്വാസകരമായ നടപടി സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നു. നവകേരള സർവേയിലെ സർവേ റദ്ദാക്കിയ ഹൈക്കോടതിയുടെ ഹൈക്കോടതിയുടെ ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. നവകേരള സർവേയിൽ എന്താണ് തെറ്റ് എന്നാണ് സുപ്രീം കോടതിയുടെ ചോദ്യം. ഒപ്പം ഹൈക്കോടതിയുടെ ഇടപെടൽ സുപ്രീം കോടതി പരിശോധിക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടു. നവകേരള സർവേയിൽ എന്താണ് തെറ്റ് എന്ന് സുപ്രീം കോടതി ചോദിക്കുന്നു. ക്ഷേമ പദ്ധതികൾക്കായി 100 കണക്കിന് കോടി രൂപയാണ് സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരും ഒക്കെ ചെലവഴിക്കുന്നത്. നയം രൂപീകരിക്കുന്നതിനായി പഠനം നടത്തുന്നതിൽ എന്താണ് തെറ്റ് എന്ന കാര്യവും കൂടി സുപ്രീം കോടതി ചോദിക്കുകയും ചെയ്തു. ഇതിൽ തുടർന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്യുന്നത്. നവകേരള സർവേക്ക് നൽകിയ സ്റ്റേ സുപ്രീം കോടതി സ്റ്റേ ചെയ്യുകയും ചെയ്തിരിക്കുന്നു. സുപ്രീം കോടതിയിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് ആശ്വാസമാകുന്നു. ഹൈക്കോടതിയിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് തിരിച്ചടിയാകുന്ന ഉത്തരവും വരുന്നുണ്ട്. ഇന്ന് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഒരേ സമയം ആശ്വസിക്കാനും അതേസമയം വിഷമിക്കാനുമുള്ള ദിവസമാണ്. ഹൈക്കോടതിയിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് കനത്ത തിരിച്ചടിയേൽക്കുമ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് നവകേരള സർവേയുമായി ബന്ധപ്പെട്ട ഉത്തരവിന് സ്റ്റേ, ഹൈക്കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുപ്രീം കോടതി ചോദിക്കുന്നത് നവകേരള സർവേയുമായി ബന്ധപ്പെട്ട നവകേരള സർവേയിൽ എന്താണ് തെറ്റ് എന്നാണ് സുപ്രീം കോടതിയുടെ ചോദ്യം. ക്ഷേമ പദ്ധതികൾക്കായി 100 കണക്കിന് കോടി രൂപയാണ് വിവിധ സംസ്ഥാന സർക്കാരുകൾ, കേന്ദ്ര സർക്കാർ ഒക്കെ ചെലവഴിക്കുന്നത്. അങ്ങനെ ഒരു ക്ഷേമ പദ്ധതികൾക്കായി പണം ചെലവഴിക്കുന്നതിനായി ഒരു പഠനം നടത്തുന്നതിന്, സർവേ നടത്തുന്നതിൽ എന്താണ് തെറ്റ് എന്ന് സുപ്രീം കോടതി ഹർജിക്കാരോട് ചോദിക്കുന്നു. ഹൈക്കോടതിയിലെ ഹർജിക്കാരോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. തുടർന്നാണ് ഈ ഹർജിക്കാരായ 2 KSU നേതാക്കൾക്ക്, KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ, ഒപ്പം എറണാകുളം ജില്ലാ പഞ്ചായത്ത് അംഗമായ മുബാസ് എന്നിവർക്ക് സുപ്രീം കോടതി നോട്ടീസ് അയക്കുന്നത്. 20 കോടി രൂപ ചെലവഴിച്ചതിൽ സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് നൽകണം എന്ന നിർദ്ദേശവും കൂടി സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. സുപ്രീം കോടതിയിൽ നിന്ന് പുറത്തുവരുന്ന നടപടി അല്ലെങ്കിൽ ഇടക്കാല ഉത്തരവ്. ഇതിൽ പിന്നീടായിരിക്കും സുപ്രീം കോടതി വിശദമായ വാദങ്ങൾക്ക്. എന്തായാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ആശ്വാസകരമാകുന്ന നടപടി ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകുന്നു. നവകേരള സർവേ റദ്ദാക്കിയ ഹൈക്കോടതി വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായത് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലാണ്. കപിൽ സിബൽ പറഞ്ഞ കാര്യം, ഇത് സംസ്ഥാന സർക്കാരിന്റെ നയപരമായ കാര്യമാണ്. നയപരമായ കാര്യത്തിലാണ് ജുഡീഷ്യറി ഇടപെട്ടത്. ഇത്തരം വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പഠനം നടത്താൻ സംസ്ഥാന സർക്കാരിന്റെ അധികാരമുണ്ട്, അവകാശമുണ്ട് എന്ന കാര്യവും കൂടി കപിൽ സിബൽ സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്തു. ഇതിനെ എതിർത്താണ് ഈ ഹർജിക്കാരുടെ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ നിലപാടെടുത്തത്. സാധാരണക്കാർ നൽകുന്ന നികുതി പണം ഉപയോഗിച്ചാണ് ഈ പഠനം നടത്തുന്നതെന്ന വാദം ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ ഉയർത്തുകയും ചെയ്തു. അപ്പോഴാണ് സുപ്രീം കോടതി ചോദിക്കുന്നത് നവകേരള സർവേയിൽ എന്താണ് തെറ്റ് എന്ന കാര്യം. സർക്കാരിന് രാഷ്ട്രീയമായും വലിയ ആശ്വാസമാകുന്ന ഉത്തരവാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് എടുത്തിരിക്കുമ്പോൾ നടത്തിയിരിക്കുന്ന സർവേക്കെതിരെയാണ് കോൺഗ്രസിന്റെ ഭാഗമായി KSUവിന്റെ നേതാക്കളാണ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. ഹൈക്കോടതി ഈ സർവേ സ്റ്റേ ചെയ്തപ്പോൾ ഉടൻ തന്നെ സർക്കാർ അപ്പീലുമായി സുപ്രീം കോടതിയിലേക്ക് പോവുകയായിരുന്നു. അവിടെ ഈ ഉത്തരവിന് സ്റ്റേ വരുന്നു. സർവേയുമായി മുന്നോട്ട് പോകാം എന്നാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. PR സുനിൽ, ഇപ്പോൾ രാഷ്ട്രീയമായി വലിയ ആശ്വാസമാണ്. ഒരിടത്ത് ഹൈക്കോടതിയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ശക്തമായ വിമർശനങ്ങളോടുകൂടിയുള്ള തീരുമാനങ്ങൾ വരുമ്പോൾ ഇപ്പുറത്ത് സുപ്രീം കോടതിയിൽ നിന്ന് സർക്കാരിന് ആശ്വാസമാണ് വരുന്നത്. സുനിൽ, തെരഞ്ഞെടുപ്പ് എത്രത്തോളം സർക്കാരിന് പറഞ്ഞു നിൽക്കാനാകും ഈ വിഷയത്തിൽ? തെരഞ്ഞെടുപ്പ് പ്രചാരമല്ല, സർക്കാരിന്റെ നയം രൂപീകരിക്കാൻ ജനങ്ങളിൽ നിന്നും അഭിപ്രായങ്ങൾ തേടുന്നതിൽ എന്താണ് തെറ്റ് എന്ന ചോദ്യമാണ് കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. സുനിൽ,
സ്മൃതി, തീർച്ചയായും തെരഞ്ഞെടുപ്പ് സമയമാണ്. തെരഞ്ഞെടുപ്പ് സമയത്താണ് ഇങ്ങനെയൊരു കേസിൽ വലിയ ആശ്വാസം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും വലിയ ആശ്വാസമാണ് രാഷ്ട്രീയമായി സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച്. പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഇത് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയുമാണ്. കാരണം ഈ കേസിനെ രാഷ്ട്രീയമായി തന്നെ നേരിട്ടത് പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസിന്റെ യുവജന സംഘടനയായ KSU ആണ് ഈ വിഷയവും ഉയർത്തിക്കൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഹൈക്കോടതിയിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് രാഷ്ട്രീയ തിരിച്ചടി ഈ കേസിൽ ഉണ്ടാകുന്നത്. അതിന് പിന്നാലെയാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. ഏതായാലും സുപ്രീം കോടതി കൃത്യമായ പരാമർശങ്ങളോടെയാണ് ഈ കേസിൽ ഒരു നിലപാടെടുത്തിരിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇങ്ങനെ ഒരു സർവേ നടത്തുന്നതിൽ എന്താണ് തെറ്റ് എന്ന ചോദ്യമാണ് സുപ്രീം കോടതി ഉയർത്തിയിരിക്കുന്നത്. ഒരുപാട് ക്ഷേമ പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കുമ്പോൾ ആ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് മുൻപ് അത് ജനങ്ങളെ എങ്ങനെ ബാധിക്കുന്നു, ജനങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഇതിൽ വേണം എന്ന കാര്യത്തിലൊക്കെ തന്നെ നയപരമായി സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഒരു പഠനം നടത്തുന്നതിൽ എന്താണ് പിഴവ്, 20 കോടി രൂപ അതിനായി ചിലവഴിക്കുന്നതിന് എന്താണ് പിഴവ് എന്ന കാര്യത്തിലൊക്കെ തന്നെ സുപ്രീം കോടതി ഒരു ചോദ്യം ഉയർത്തുകയും ഹൈക്കോടതി തീരുമാനം സ്റ്റേ ചെയ്യുകയും ചെയ്യുമ്പോൾ തീർച്ചയായും രാഷ്ട്രീയമായി അത് സംസ്ഥാന സർക്കാരിന് വലിയ ആശ്വാസം തന്നെയാണ്. ആ ആശ്വാസത്തിൽ നിന്നുകൊണ്ട് സംസ്ഥാന സർക്കാരിന് മുന്നോട്ട് പോകാം. സ്മൃതി, ഇപ്പോൾ എനിക്ക് പിറകിൽ കാണുന്ന ദൃശ്യം എന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ അറസ്റ്റ്, ഇപ്പോൾ അധ്യക്ഷനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊണ്ടുള്ള തീരുമാനം ദില്ലിയിലെ പട്യാല ഹൗസ് കോടതിയിൽ ഉണ്ടായിരിക്കുന്നു. അതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ ഇപ്പോൾ പോലീസ് കോടതിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ്. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് മോദി ഞാൻ ശ്യാമിലേക്ക് വീണ്ടും. ശ്യാം, ഇപ്പോൾ സർക്കാരിന് ആശ്വാസമായ ഉത്തരവ്, ക്ഷേമ പദ്ധതികളെ കുറിച്ച് അറിയാൻ, ക്ഷേമ പദ്ധതികളെ കുറിച്ച് ജനം എന്ത് ചിന്തിക്കുന്നു എന്നറിയാൻ സർക്കാരിന് അവകാശമുണ്ട് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊരു തിരഞ്ഞെടുപ്പ് പ്രചാരണമായി, തിരഞ്ഞെടുപ്പ് പരിപാടിയായി സുപ്രീം കോടതി കണ്ടിട്ടില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. പക്ഷേ സാങ്കേതികമായി 22-ാം തീയതി ആണ് ഈ സർവേ പൂർത്തിയാക്കാൻ സർക്കാർ ഉദ്ദേശിച്ചിരുന്നത്. സർവേ ഇപ്പോൾ ആ ദിവസം കടന്നുപോയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനി സർവേയുമായി മുന്നോട്ട് പോകുമോ? അതിനപ്പുറം ഒരു അഭിമാനം രക്ഷിക്കുന്ന ഉത്തരവ് സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നു എന്ന രൂപത്തിലാണോ സർക്കാരിനെതിരെ കാണുക എന്നും ചോദ്യമുണ്ട്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആശ്വാസകരമായ നടപടിയാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകുന്നത്. കാരണം ഇന്ന് നവകേരള സർവേയിൽ കൂടി തിരിച്ചടിയായിരുന്നുവെങ്കിൽ അത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു വീഴ്ചയായി തന്നെ കണക്കാക്കപ്പെട്ടേനെ, അല്ലെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കപ്പെട്ടേനെ. പക്ഷേ നവകേരള സർവേയെ സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ നിന്ന് വലിയ ആശ്വാസകരമാകുന്ന നടപടിയാണ് സുപ്രീം കോടതി തന്നെ സ്വീകരിക്കുകയും ചെയ്തത്. നവകേരള സർവേയിൽ എന്താണ് തെറ്റ് എന്ന കാര്യമാണ് ഹൈക്കോടതിയിലെ ഹർജിക്കാരോട്, അതായത് ഈ അപ്പീലിലെ എതിർകക്ഷികളോട് ചോദിക്കുന്നത്. അതായത് ഹർജി നൽകിയ രണ്ട് പ്രധാനപ്പെട്ട ആളുകൾ, അത് ഒന്ന് KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറാണ്, രണ്ടാമത്തേത് UDFന്റെ അംഗമായ എറണാകുളം ജില്ലാ പഞ്ചായത്ത് അംഗം മുബാസ് ആണ്. ഈ രണ്ടുപേരോടുമാണ് സുപ്രീം കോടതി ചോദിക്കുന്നത് നവകേരള സർവേയിൽ എന്താണ് തെറ്റ് എന്ന കാര്യം. ക്ഷേമ പദ്ധതികൾക്കായി സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരുകളും 100 കണക്കിന് കോടി രൂപയാണ് ചെലവഴിക്കുന്നത്. നയം രൂപീകരിക്കുന്നതിൽ പഠനം നടത്തുന്നതിൽ എന്താണ് തെറ്റ് എന്ന കാര്യവും കൂടി സുപ്രീം കോടതി ചോദ്യമായി തന്നെ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ജനങ്ങളുടെ നികുതി പഠനമാണ്, അതുപയോഗിച്ചാണ് ഇത്തരമൊരു പഠനം നടത്തുന്നതെന്നായിരുന്നു ഈ അപ്പീൽ എതിർകക്ഷികളുടെ വാദം സുപ്രീം കോടതി അറിയിച്ചത്. പക്ഷേ സുപ്രീം കോടതി ആ വാദം പരിഗണിച്ചില്ല. ഒപ്പം സംസ്ഥാന സർക്കാരിന്റെ അപ്പീലിൽ എതിർകക്ഷികൾക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. 20 കോടി രൂപ ചെലവഴിക്കുന്നതിൽ എങ്ങനെയാണ് ചെലവഴിക്കുന്നതിന് എന്നതിനെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് നൽകണമെന്ന നിർദ്ദേശവും കൂടി സുപ്രീം കോടതി നൽകുകയും ചെയ്തു. പ്രത്യേകിച്ചും ഹർജിക്കാർ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട വാദം, ഇത് CPIMന്റെ ഭരണകക്ഷിയിലെ തന്നെ പാർട്ടി അംഗങ്ങളെ നിയോഗിച്ചാണ് ഈ സർവേ നടത്തുന്നത് എന്ന കാര്യമാണ്. ഇതിലടക്കമുള്ള കാര്യങ്ങളിലാണ് സംസ്ഥാന സർക്കാർ മറുപടി നൽകേണ്ടത്. ഒപ്പം ഈ സംസ്ഥാന സർക്കാരിന്റെ അപ്പീലിനെ എതിർത്ത് ഹർജിക്കാരും മറുപടി നൽകുകയും വേണം. ഈ അപ്പീൽ, സംസ്ഥാന സർക്കാരിന്റെ അപ്പീൽ സുപ്രീം കോടതി പിന്നീടായിരിക്കും പരിഗണിക്കുകയും ചെയ്യുക. നേരത്തെ നവകേരള സർവേയുമായി ബന്ധപ്പെട്ട ആ നടപടി, സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ് റദ്ദാക്കുന്ന നിലപാടാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്നുണ്ടായത്. ആ നടപടിയാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്യുന്നത്. ഹൈക്കോടതിയുടെ വിധിക്ക് സുപ്രീം കോടതിയുടെ സ്റ്റേ വരുമ്പോൾ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ആശ്വാസകരമാകുന്ന നടപടിയാണ് ഉണ്ടാകുന്നത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായത് സുപ്രീം കോടതിയിലെ തന്നെ മുതിർന്ന അഭിഭാഷകനായ കപിൽ സിബലാണ്. കപിൽ സിബൽ സുപ്രീം കോടതിയെ അറിയിച്ചത്, സംസ്ഥാന സർക്കാരിന്റെ വാദം എന്ന നിലയിൽ അറിയിച്ചത്, ഇത്തരം നവകേരള സർവേ എന്നത്
നയപരമായ അത്തരമൊരു തീരുമാനമെടുക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു സർവേ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നയപരമായ കാര്യങ്ങളിൽ അത് സർക്കാരിന്റെ പരിധിയിൽ വരുന്ന കാര്യമാണ്. അതിൽ ഇടപെടാൻ ഹൈക്കോടതിക്ക് അധികാരമില്ല എന്നാണ് സുപ്രീം കോടതിയിൽ സർക്കാർ സ്വീകരിച്ച നിലപാട്. അക്കാര്യം കൂടി പരിഗണിച്ചാണ് സുപ്രീം കോടതി ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ഹർജിക്കാരോട് ഇതിലെ എതിർകക്ഷികളോട് KSU നേതാക്കളോട് ചോദിക്കുന്നത്. അതായത് നവകേരള സർവേയിൽ എന്താണ് തെറ്റെന്നടക്കമുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇക്കാര്യത്തിൽ മറുപടി നൽകണമെന്ന നിർദ്ദേശവും കൂടി സുപ്രീം കോടതി നൽകുകയും ചെയ്യുന്നത്. നയം രൂപീകരിക്കുന്നതിൽ പഠനം നടത്തുന്നതിൽ എന്താണ് തെറ്റെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ രണ്ടംഗ ബെഞ്ച് ഹർജിയിലെ എതിർകക്ഷികളോട് കൃത്യമായി തന്നെ അക്കാര്യം ചോദിക്കുകയും ചെയ്തു. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ആശ്വാസകരമാകുന്ന ഒരു ഇടക്കാല ഉത്തരവാണ് ഇന്ന് സുപ്രീം കോടതിയിൽ ഉണ്ടാകുന്നത്. നവകേരള സർവേയുമായി ബന്ധപ്പെട്ട് ആ സർവേ തുടരാം. ഹൈക്കോടതിയുടെ വിധി, നവകേരള സർവേ റദ്ദാക്കിയ ഹൈക്കോടതിയുടെ വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു.